നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ വീടുകളിൽ ഇന്ന് ഏറ്റവും പേടിയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പരീക്ഷാഫലമോ കടക്കാരൻ്റെ വരവോ ഒന്നുമല്ല. പാതിരാത്രി കറി അടുപ്പത്തിരിക്കുമ്പോൾ ഗ്യാസ് തീരുന്നതാണ്. ഇന്ത്യൻ ആയാലും ഭാരതായാലും HP ആയാലും സിലിണ്ടർ തീരാറാകുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും. പ്രത്യേകിച്ച് ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളുമൊക്കെ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ പലതരം കഥകളാണ് പ്രചരിക്കുന്നത്. ഗ്യാസ് കിട്ടില്ല, ബുക്കിംഗ് നിർത്തി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ സിലിണ്ടർ പറന്നു വരും എന്നൊക്കെ കേട്ട് പലരും ടെൻഷനിലാണ്. എന്നാൽ പേടിക്കേണ്ട, ഗ്യാസ് ഏജൻസിയിൽ പോയി തല്ലുണ്ടാക്കുന്നതിന് മുൻപേ ഈ വീഡിയോ ഒന്ന് കാണൂ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാവുന്നതാണ്. ആദ്യത്തെ കാര്യം, ഗ്യാസ് ബുക്കിങ്ങിലെ പുതിയ ടൈം ടേബിളാണ്. നമ്മൾ വിചാരിച്ച ഉടനെ ഇനി സിലിണ്ടർ കിട്ടില്ല. ഒരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ അടുത്തതിന് ചെറിയൊരു ഗ്യാപ്പ് വേണം. അതായത് നഗരങ്ങളിൽ, അർബൻ ഏരിയാസിൽ നിങ്ങൾ ടൗണിലുള്ളവരാണെങ്കിൽ ഒരു സിലിണ്ടർ വാങ്ങി 25 ദിവസം കഴിഞ്ഞാലേ അടുത്ത ബുക്കിംഗ് നടക്കൂ. അതുപോലെ നിങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലാണ് ഉള്ളതെങ്കിൽ ഇത് 45 ദിവസമാണ് കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത ഒരു ബുക്കിംഗ് നടക്കുകയുള്ളൂ. അതായത് ഇന്നലെ ഒന്ന് തീർന്നു, ഇന്ന് വേറൊന്ന് വേണമെന്ന് പറഞ്ഞാൽ ഏജൻസിക്കാർ കൈമലർത്തും. നിങ്ങൾ ഏജൻസിയിൽ നേരിട്ട് പോയി വാങ്ങിയാലും വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുവന്ന് തന്നാലും ഈ നിയമം ബാധകമാണ്. അത് കേട്ട് ആരും പേടിക്കേണ്ട. ഗ്യാസ് സ്റ്റോക്ക് കൃത്യമായി എല്ലാവർക്കും എത്തിക്കാനാണ് ഈ ചെറിയ നിയന്ത്രണം ഇപ്പോൾ വന്നതോടെ ഗ്യാസ് ഏജൻസിയിലെ ആ വലിയ ക്യൂ ഒക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇനിയും അടുത്തത് സോഷ്യൽ മീഡിയയിലെ ബുക്കിംഗ് തമാശകളാണ്. വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാം എന്നൊക്കെ കേട്ട് പലരും മെസ്സേജ് അയച്ച് കാത്തിരിക്കുകയാണ്. വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാമെന്നത് ശരിയാണ്, പക്ഷേ നേരത്തെ പറഞ്ഞ 25 അല്ലെങ്കിൽ 45 ദിവസത്തെ കണക്ക് അവിടെയും ബാധകമാണ്. ഏതുവഴി ബുക്ക് ചെയ്താലും നിയമം ഒന്ന് തന്നെ. അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് സിലിണ്ടർ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു സന്തോഷ വാർത്ത, പ്രധാനമന്ത്രി ഉജ്ജ്വൽ പദ്ധതി പ്രകാരം വർഷത്തിൽ 9 ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നവർ ഉണ്ടല്ലോ, അവർക്ക് യാതൊരു നിയന്ത്രണവും ഇതുവരെ വന്നിട്ടില്ല. അതായത് അവർക്ക് സബ്സിഡി 300 രൂപ കുറച്ച് ഇപ്പോഴും കൊടുത്താൽ മതി. പഴയതുപോലെ തന്നെ ഈ ആനുകൂല്യം തുടരുകയും ചെയ്യും. പക്ഷേ ഇനിയും ഗ്യാസ് ബുക്ക് ചെയ്യുന്നവരും അല്ലാത്തവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് KYC എന്നത്. അതിപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. നേരത്തെ ചെയ്തവർക്ക് KYC വീണ്ടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതുവരെ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിംഗ് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ആധാർ കാർഡും കൊണ്ട് അടുത്തുള്ള ഏജൻസിയിൽ പോയാൽ അത് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. 14.2 കിലോയുടെ സിലിണ്ടറിന് ഇപ്പോൾ 60 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. വില കൂടുമ്പോൾ ദേഷ്യം വരുമെങ്കിലും ഒരു കാര്യം ആലോചിക്കുക, യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ. സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരും ടെൻഷൻ അടിക്കേണ്ട, ഗ്യാസ് സ്റ്റോക്ക് ആവശ്യത്തിനുണ്ട് എന്നാണ്. ആരും പൂഴ്ത്തി വയ്ക്കാതിരിക്കാനും എല്ലാവർക്കും കൃത്യമായി കിട്ടാനുമാണ് ഈ സമയക്രമം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളെ ഗ്യാസ് കിട്ടില്ല എന്ന് കരുതി ആരും സിലിണ്ടർ കെട്ടിപ്പിടിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് ഗ്യാസ് നമുക്ക് കിട്ടുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ നിയമം വന്നതോടെ ഏറ്റവും കൂടുതൽ സമാധാനമായത് നമ്മുടെ വീട്ടിലെ പുരുഷന്മാർക്കാണ്. കാരണം അടുക്കളയിൽ ഗ്യാസ് തീരാറാകുമ്പോൾ അമ്മയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ ഒരു നോട്ടമുണ്ട്, ഗ്യാസ് തീരാറായി കേട്ടോ, ഇപ്പോഴേ ബുക്ക് ചെയ്തോണം എന്ന്. നമ്മൾ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു മെസ്സേജ് വരും, 25 ദിവസം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ നമുക്ക് ധൈര്യമായി വീട്ടിൽ പറയാം, ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ നമ്മുടെ സർക്കാർ സമ്മതിക്കുന്നില്ല എന്ന്. സർക്കാരിനെ കുറ്റം പറഞ്ഞ് ആ ചീത്തവിളിയിൽ നിന്ന് നമുക്ക് കുറച്ച് ദിവസം കൂടി രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. ചുരുക്കത്തിൽ ഈ 25 ദിവസത്തെ നിയമം നമ്മുടെ സമാധാനത്തിനു വേണ്ടി കൂടി ഉള്ളതാണ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. 25 ദിവസം, 45 ദിവസം, ഈ കണക്ക് മറക്കണ്ട. KYC ചെയ്തിട്ടില്ലെങ്കിൽ അതും എത്രയും വേഗം ചെയ്തു തീർക്കുക. ഈ വീഡിയോ നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് കൈകാര്യം ചെയ്യുന്നവർക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഉപകാരപ്രദമായൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.